ഹായ് ഫ്രണ്ട്സ്. ഫേസ്ബുക്കിലെ പരസ്യം ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഏരിയ ആണ് ഓഡിയൻസ് ടാർഗറ്റിംഗ്, അല്ലെങ്കിൽ ആരൊക്കെ നമ്മൾ പരസ്യം കാണണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടി പരസ്യം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടി പരസ്യം ചെയ്യാൻ നമ്മൾ എങ്ങനെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഓഡിയൻസ് ടാർഗറ്റിംഗ് എന്നുള്ള ഈ ഓപ്ഷൻ വന്നതിന് ശേഷം ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മളെ ലൊക്കേഷനാണ്. ഓക്കെ, ഏത് ലൊക്കേഷനിലെ കസ്റ്റമേഴ്സ് ആണ് നമ്മളെ പരസ്യം കാണേണ്ടത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻ, നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യും. ഇപ്പം ഞാനിവിടെ കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാണ്. കാലിക്കറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ കാലിക്കറ്റ് കേരള ഇന്ത്യ സിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ കാണാൻ പറ്റും. സോ ഞാൻ അത് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ആ സിറ്റിയിൽ നിന്ന് എത്ര റേഡിയസിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് എൻ്റെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയുടെ പരസ്യം കാണേണ്ടത് എന്നുള്ളതാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ അവിടെ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പം നമുക്ക് കാണാൻ പറ്റും എത്ര റേഡിയസിനുള്ള ആളുകളാണ് കവർ ആവുന്നത് എന്നുള്ളത്. ഇതിന് ശേഷം വരുന്നത് നമുക്ക് ഏജ് റേഞ്ച്, ഏത് ഏജ് റേഞ്ചിലുള്ള ആളുകളാണ് നമ്മൾ പരസ്യം കാണേണ്ടതെന്നുള്ളത്. സോ അതിന് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു 24 to ഒരു 35 ഏജ് ഞാനിവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം ജെൻഡർ ചോദിക്കുന്നുണ്ട്. ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കാം. മെയിലും ഫീമെയിലും കാണാം. അതിനുശേഷം ഉള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. സോ ഇവിടെ നമ്മൾ ഈ ബ്രൗസ് എന്നുള്ളതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷനായിട്ട് ഇത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡെമോഗ്രാഫി, ഇൻട്രസ്റ്റ്, ബിഹേവിയർ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്യുന്ന ഡെമോഗ്രാഫി തന്നെ നമുക്കിവിടെ ലൈഫ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, സോ ലൈഫ് ഇവൻറ്റ്സിൽ നിങ്ങൾ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ന്യൂലി എൻഗേജ്ഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഓക്കെ, ന്യൂലി എൻഗേജ് എന്നുള്ളത് ഞാനിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യാം. ന്യൂലി എൻഗേജ്ഡ് 3 months, അതുപോലെ തന്നെ ന്യൂലി എൻഗേജ്ഡ് 6 months, അതുപോലെ തന്നെ ന്യൂലി എൻഗേജ്ഡ് 1 year എന്നുള്ളത് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിന് ശേഷം ഞാനിവിടെ ഇൻട്രസ്റ്റിൽ ഒരു ഇതും കൂടി സെലക്ട് ചെയ്യാണ്. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട്, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി. ഓക്കെ, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇൻട്രസ്റ്റ് ആണ്. ശ്രദ്ധിക്കണം, ഇവിടെ ഇൻട്രസ്റ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ജോബ് ടൈറ്റിൽ ഉണ്ടാവും, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എംപ്ലോയേഴ്സ് ഉണ്ട്. സോ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് ഇൻട്രസ്റ്റ് നോക്കും, ഇപ്പുറം അതെന്താ മെൻഷൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കില്ല. ഇവിടെ ഇൻട്രസ്റ്റ് ആണ്, അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. ജോബ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ജോബ് ടൈറ്റിൽ എന്നുള്ള രീതിയിൽ ഫേസ്ബുക്ക് കൊടുത്ത ആൾക്കാരാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഫോട്ടോഗ്രാഫേഴ്സ് അതുപോലുള്ള ആളുകളെ ആയിരിക്കും. എംപ്ലോയേഴ്സ് എന്ന് പറഞ്ഞാൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി സ്ഥാപനം നടത്തുന്ന, ജോലി കൊടുക്കുന്ന ആളുകളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. സോ നിങ്ങളിവിടെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്താണോ അത് കാണുമ്പോഴേക്ക് നേരെ എടുത്തിട്ട് അത് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്, അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ. അത് ഇൻട്രസ്റ്റ് ആണോ, ഡെമോഗ്രാഫി ആണോ, അത് ജോബ് ടൈറ്റിൽ ആണോ, അതോ എംപ്ലോയർ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പരസ്യം റോങ് ഓഡിയൻസിലേക്കായിരിക്കും പോവുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഞാനിവിടെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചൂസ് ചെയ്തു. ഇത്രയും മതി. നമ്മൾ ഒരുപാട് ഇൻട്രസ്റ്റ്, ഡെമോഗ്രാഫി ഇതെല്ലാം വാരി വലിച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ല ഏറ്റവും മിനിമം, ഏറ്റവും നമ്മളെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇൻട്രസ്റ്റുകൾ മാത്രം കൊടുത്തുകൊണ്ട് പരസ്യം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ, സോ ഇതിന് ശേഷം നമ്മൾ ചൂസ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് പലപ്പോഴും പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയ. ഓൾ ലാംഗ്വേജസ് കൊടുക്കും. ഇവിടെയുള്ള പ്രശ്നം വെച്ചാൽ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടോ, പലപ്പോഴും ഞാൻ പരസ്യം ചെയ്യുന്ന സമയത്ത് നോർത്ത് ഇന്ത്യൻസ്, ഹിന്ദിക്കാരെ ലീഡ് വരുന്നു, തമിഴന്മാരെ ലീഡ് വരുന്നു, അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജ് ഉള്ള ആളുകളുടെ ആവശ്യമില്ലാത്ത ലീഡുകൾ വരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. സോ ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യാത്തത് തന്നെയാണ്. സോ നിങ്ങൾ മലയാളി ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. മലയാളം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ചില സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. മലയാളവും അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷും കൂടി സെലക്ട് ചെയ്തു, ഇംഗ്ലീഷ് ഫോൺ. ഇപ്പം ഈ രീതിയിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളൊരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ആണ് നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ വെഡ്ഡിങ് സ്റ്റുഡിയോ ആണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ,
അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നല്ല ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെഡിങ് ഫോട്ടോഗ്രാഫി ബിസിനസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.